മോനെ നീ തടിച്ചിരിക്കുവാണെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോ, നീ സൂപ്പർ ആണെന്ന് ഞാൻ പറഞ്ഞു എന്നാണ് കഴിഞ്ഞ വീഡിയോ കണ്ട കുറച്ച് പേര് തെറ്റിദ്ധരിച്ചത്. ബ്രോ അങ്ങനെയല്ല. നമ്മൾ കുറച്ച് തടിച്ചോ കുറച്ച് മെലിഞ്ഞോ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തോ ഒരു കുഴപ്പം നമുക്കുണ്ടെന്നുള്ള ഒരു അപകർഷതാ ബോധം നമ്മുടെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് സൊസൈറ്റിയിൽ. അതാണ് പ്രശ്നം. തടിച്ചിരിക്കുന്ന ഒരിക്കലും നോർമൽ അല്ല, അതുകൊണ്ട് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് ഈ തടിയെ എന്തോ വലിയ കുഴപ്പമായിട്ട് കാണുന്ന ആൾക്കാരോടാണ്. നമ്മൾ പറയുന്ന ഒരു ചെറിയ വാക്കോ ഒരു കമന്റോ അത് ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസിനെ പോലും എഫക്ട് ചെയ്തേക്കാം. ലൈക്ക് അത് നെസസറി അല്ലല്ലോ. നമുക്ക് പറ്റുമെങ്കിൽ ഒരാൾക്ക് ഒരു നല്ല കാര്യം പറയുക, അല്ലെങ്കിൽ അവരൊന്ന് മോട്ടിവേറ്റ് ചെയ്തിടുക. അല്ലാണ്ട് നമ്മൾ ഒരാളെ തമാശയ്ക്ക് പോലും കുറ്റപ്പെടുത്തുമ്പോൾ അവർക്ക് സൊസൈറ്റിയെ ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസിനെയാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്. അത് തെറ്റാണ്. തടിച്ചിരിക്കുന്നത് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് കൊണ്ട് പ്രശ്നമാണെങ്കിൽ പോലും അതൊരു വലിയ കുറ്റമൊന്നുമല്ല. കഴിഞ്ഞ ദിവസം എനിക്ക് അറിയാവുന്ന ഒരാൾ പറയാം, നീ 10 kilo കുറച്ചിട്ട് വന്നിരുന്ന് സംസാരിക്കാൻ. എന്താ 10 kilo കുറച്ചില്ലെങ്കിൽ സംസാരിക്കാൻ പാടില്ലേ? ഞാൻ പറയുന്ന കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസത്തിൽ മനസ്സിലായി. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഏത് ബോഡി ടൈപ്പിലാണെങ്കിലും അതിനെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക. ആൻഡ് ഇഫ് യു ആർ ഒബീസ് അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര സ്കിന്നി ഒക്കെ ആണെങ്കിൽ അതിനൊരു ഹെൽത്ത് പ്രോബ്ലം എപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് അത് വരാതിരിക്കാൻ മാക്സിമം ഹെൽത്തി ആവാൻ നോക്കുക. ആൻഡ് ഓൾവേസ് ട്രൈ ടു അറ്റൈൻ യുവർ പീക്ക് ടോൺഡ് ബോഡി. അത് നിങ്ങൾക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് വേറെ ലെവലായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ഐ വിൽ സീ യു. ബൈ.